ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ മാംഗോ പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്തി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു ലൂസിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ട്, ഈ സമയത്ത് നല്ല ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താലും മതി. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫസ്റ്റ് ടൈം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പാൻ കേക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ എല്ലാതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ എല്ലാ പാൻ കേക്കും ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് 8 പാൻ കേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മാംഗോ ക്യൂബ്സും കൂടിയാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുട്ടെടുത്ത് വെച്ചിട്ടുള്ള പാൻ കേക്കിൽ നിന്നും ഒരു പാൻ കേക്ക് എടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം അടിയിലാക്കിയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. അടിഭാഗം മുകളിലായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ മുകൾ ഭാഗം കാണാനൊരു ഭംഗി കിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ആദ്യം ഈ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ്. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന സമയത്ത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ കരുതും കേട്ടോ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു അരമണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.